الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة كل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന മലിക്കുൽ ജബ്ബാറായ ഏകനായ പടച്ച തമ്പുരാന്റെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ചും പകർത്തിയും പടച്ച തമ്പുരാന്റെ വിധികളും നിയമങ്ങളും നിർദ്ദേശങ്ങളും മാനിച്ചും പാലിച്ചും മരിക്കുന്ന സമയത്ത് യഥാർത്ഥ ഒരു മുസ്ലിമിന്റെ ജീവിതം നയിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് മുത്തഖീങ്ങളായ മുവഹിദുകളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ നാം സൂചിപ്പിച്ചു, നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ്, ആത്മാവ് വേർപിരിയുന്ന ആ മരണത്തിന്റെ രംഗം
അത് മലക്കുൽ മൗത്തും മറ്റു മലക്കുകളും ഒക്കെ പിടിച്ചെടുക്കുമ്പോൾ അത് രണ്ട് രൂപത്തിലാണ്, രണ്ട് വിധത്തിലാണ് അതിൻ്റെ അനുഭവങ്ങളും അതിൻ്റെ രുചിയും എല്ലാം ഉണ്ടാവുക. ഇത് നമുക്ക് ഈ ലോകത്ത് നിന്ന് ഒരാൾക്ക് കാണിച്ചു കൊടുക്കുവാനോ അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് ഇതാ നഫ്സൻ ഖബീസയുടെ മരണത്തിന്റെ രൂപം, നഫ്സൻ ത്വയ്യിബയുടെ മരണം ഇതാകുന്നു എന്ന് ഒരാൾക്ക് കൺകെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇത് ഗൈബിയായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചതുപോലെ മരണപ്പെടുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ആറാമത്തെ ഒരു ഇന്ദ്രിയം ആ സമയത്ത് തുറക്കപ്പെടുകയും അദ്ദേഹം അതുവരെ കാണാത്ത ഒരുപാട് കാഴ്ചകൾ കാണുകയും അതുവരെ കേൾക്കാത്ത ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുകയും അതുമായി സംവദിക്കുകയും അതുമായി പ്രതികരിക്കുകയും വിലപിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ. ഇതൊക്കെ അല്ലാഹുവും റസൂലും നമ്മളെ പഠിപ്പിച്ചതാണ്. അത് അപ്രകാരം തന്നെ വിശ്വസിക്കൽ നമ്മുടെ ഗൈബിയായ വിശ്വാസത്തിന്റെ ഭാഗവുമാണ്. ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിശ്വാസികളുടെ മയ്യിത്ത് അത് മരണപ്പെട്ടു, അതിന്റെ റൂഹിനെ നഫ്സുൻ ത്വയ്യിബയുടെ റൂഹിനെ മലക്കുകൾ പിടിച്ചു. അത് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള യാത്രയുടെ അവസ്ഥകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. നല്ല ആളുകളുടെ ആത്മാക്കളെ മലക്കുകൾ ഒരു കൂജയിൽ നിന്ന് വെള്ളമൊഴുക്കും പോലെ അത്രയും എളുപ്പമായിട്ടായിരിക്കും മലക്കുകളുടെ കരങ്ങളിലേക്ക് റൂഹ് പുറപ്പെടുക, പുറത്തേക്ക് വരിക. അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഹത്താ ഇദാ ഖറജത് റൂഹഹു, ആ നല്ല മനുഷ്യന്റെ ആത്മാവ് പുറത്തേക്ക് വന്നാൽ സ്വല്ലല്ലാഹു അലൈഹി കുല്ല മലകിൻ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ മലക്കുകളും ഈ റൂഹിന് വേണ്ടി, ഈ ആത്മാവിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി, കാരുണ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. എന്നിട്ടോ ആകാശ ലോകത്തിന്റെ 7 കവാടങ്ങളും ഈ മനുഷ്യന്റെ റൂഹിനെ കൊണ്ടുപോകുമ്പോ, മലക്കുകൾ കൊണ്ടുപോകുമ്പോ അത് മലർക്കെ തുറക്കപ്പെടും എന്നുള്ളതാണ്. ലൈസ മിൻ അഹ്ലി ബാബിൻ, അങ്ങനെ ആകാശത്തിന്റെ ഓരോ കവാടങ്ങളിലും കടന്നു പോകുമ്പോൾ മലക്കുകൾ ഈ മനുഷ്യന്റെ റൂഹിനുമായി കൊണ്ടുപോകുമ്പോ ലൈസ മിൻ അഹ്ലി ബാബിൻ ഇല്ലാ വഹും യദ്ഊന അല്ലാഹ, അവർ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ കവാടത്തിലെ മലക്കുകളും എന്താണ് അവരുടെ ദുആ? അയ്യഉറജ ബിറൂഹി മിൻ ഖിബലിഹിം, അയ്യഉറജ ബിറൂഹി മിൻ ഖിബലിഹിം, ഈ മനുഷ്യന്റെ ആത്മാവിനെ ഞങ്ങളുടെ ഭാഗത്തുകൂടെ, ഞങ്ങളുടെ കവാടത്തിന്റെ അടുക്കൽ കൂടെ കൊണ്ടുപോകണേ അല്ലാ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത്രയും സ്വീകാര്യതയാണ്, അത്രയും ആശംസകളും പ്രശംസകളും പ്രകീർത്തനങ്ങളും, അത്ര നല്ല സ്വീകരണങ്ങളാണ് അല്ലാഹുവിന്റെ മലക്കുകളുടെ ഭാഗത്ത് നിന്ന് ആ റൂഹിന് ലഭിക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഫഇദാ അഖദഹാ ലം യദഉഹാ ഫീ യദി തറഫത ഐൻ, കണ്ണ് ഇമവട്ടി തുറക്കുന്ന സമയം അത്ര പോലും കാത്തിരിക്കുകയില്ല. ഹത്താ യഖുദഹാ, ആത്മാവിനെ പരിശുദ്ധമായ നഫ്സുൻ ത്വയ്യിബയെ അല്ലാഹുവിന്റെ മലക്കുകൾ പിടിച്ചു കഴിഞ്ഞാൽ ഫയജ്അലുഹാ ഫീ ദാലികൽ കഫൻ, സ്വർഗലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ കൊണ്ടുവന്നിട്ടുള്ള കഫൻ പുടവയിൽ ഈ മനുഷ്യന്റെ ആത്മാവിനെ പൊതിയും. വഫീ ദാലികൽ ഹാനൂത്, അവർ സ്വർഗത്തിൽ കൊണ്ടുവന്ന സുഗന്ധദ്രവ്യങ്ങൾ ആ ആത്മാവിന്റെ പുറത്തൊക്കെ പുരട്ടും. എന്നിട്ടോ ഫദാലിക ഖൗലി,
അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്. വയഖ്റുജു മിൻഹാ കാതിബി നഫഖത്തിൻ മിസ്കിൻ വുജിദത് അലാ വജ്ഹിൽ അർദ്. ഭൂമുഖത്ത് കാണപ്പെടുന്ന ഏറ്റവും സുഗന്ധമുള്ള കസ്തൂരിയുടെ ഗന്ധം, കസ്തൂരിയുടെ മണം ആ ആത്മാവിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് ആത്മീയ ലോകത്തുള്ള മലക്കുകൾക്ക് അനുഭവിക്കാൻ കഴിയും. ആത്മീയ ലോകത്തുള്ള എല്ലാവരും അത് അനുഭവിക്കുമെന്നുള്ളതാണ്. കണ്ണിമ വെട്ടുന്ന നേരം പോലും ബാക്കിയാക്കാതെ വിട്ടേക്കാതെ അതിനെ സ്വീകരിച്ച് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫൻ പുടവയിൽ അതിനെ പൊതിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങൾ അതിൽ പൂശി അങ്ങനെ അവനെ കൊണ്ടുപോകും. അല്ലാഹുവിന്റെ മലക്കുകൾ അതിനെ സ്വീകരിക്കും. അതാണ് ഖുർആൻ പറഞ്ഞത്, തവഫതുഹു റുസുലുനാ വഹും ലാ യുഫർരിതൂൻ. അങ്ങനെ അവരിൽ നിന്ന് ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ നമ്മുടെ ദൂതന്മാർ മലക്കുകളതാ അവനെ പൂർണ്ണമായി ഏറ്റെടുക്കുകയാണ്. അതിൽ ഒരു വീഴ്ചയും വരുത്തുകയില്ല. വല്ലാത്തൊരവസ്ഥയാണ്. അള്ളാഹുവിന്റെ മലക്കുകൾക്ക് ഒരാഘോഷമാണ്, ഒരു സന്തോഷമാണ്. ഈ നഫ്സുൻ ത്വയ്യിബയുടെ ആത്മാവ്, നല്ല മനുഷ്യനായി ജീവിച്ച ഒരാളുടെ ആത്മാവ് വിട പറയുമ്പോൾ അവർ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത്രയും സ്വീകാര്യതയാണ്. ഒരുപക്ഷെ ദുനിയാവിൽ ആ മനുഷ്യനാരും പരിഗണിച്ചു കൊള്ളണമെന്നില്ല. വലിയ സദസ്സുകളിൽ വലിയ സ്റ്റേജുകളിൽ സ്ഥാനങ്ങളും മാനങ്ങളും കൊടുത്തുകൊള്ളണമെന്നില്ല. ആ മനുഷ്യൻ അത്രമാത്രം സ്റ്റാറ്റസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അദ്ദേഹം മുത്തഖിയാണ്. ആ മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അത്യുന്നതമായ അള്ളാഹുവിന്റെ മലക്കുകൾ, ആ മലക്കുകളുടെ സഭകളിൽ വെച്ച് ആ മനുഷ്യനെ വല്ലാതെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ദുഷിച്ച മനുഷ്യനാണ്, ദുഷ്ട മനുഷ്യനാണ് മരിച്ചതെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ദുഷിച്ച മനുഷ്യനെയാണ് മരിപ്പിക്കപ്പെട്ട ആ മനുഷ്യന്റെ നഫ്സുൻ ഖബീസ, ആ ആത്മാവിനെ പിടിച്ച് മലക്കുകൾ പിടിച്ചു കഴിഞ്ഞാൽ അടിച്ചും തെളിച്ചും ഇടിച്ചും വളരെ പ്രേരങ്ങൾ ഏൽപ്പിച്ചും വേദനിപ്പിച്ചും ക്രൂരമായ രൂപത്തിൽ പിടികൂടി ഒരു ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പറിച്ചെടുക്കുകയാണ്. ഇരുമ്പിന്റെ കുളത്തുകൾ ഒരു ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിലേക്ക് അടിച്ചാഞ്ഞിറക്കിയിട്ട് അത് വലിച്ചെടുക്കും പോലെ ആ മനുഷ്യനെ വേദനിപ്പിച്ച് ആ മനുഷ്യനെ പ്രയാസപ്പെടുത്തി അങ്ങനെ ഊരി വലിച്ച് ഊളിയിട്ടെടുത്തിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ എന്ത് ചെയ്യും? ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ മലക്കുകളും ആ മനുഷ്യനെ ശപിച്ചുകൊണ്ടിരിക്കും. ദുഷിച്ച മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനെയും ആത്മാവിനെയും ശപിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും ശപിക്കും അല്ലെ? ഈ ലോകത്ത് ആ മനുഷ്യന് സ്വീകരണം ഉണ്ടാകും. ഓൻ പലിശക്കാരനായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അനർഹമായി അന്യായമായി പണം സമ്പാദിച്ച വലിയ മുതലാളിയായിരിക്കും. പള്ളിക്കും മദ്രസക്കും ലക്ഷങ്ങൾ കൊടുത്താൽ, മൗലൂദിനും റാത്തീബിനും എന്ത് വേണമെങ്കിലും ഓഫർ ചെയ്താൽ അവന് നല്ല സ്വീകാര്യതയും നോട്ടീസിന്റെ ഒന്നാമതായിട്ടുള്ള പേര് വരും അല്ലെ? അവന് ഒന്നാമതായിട്ട് സീറ്റ് കിട്ടും, ഒക്കെ ശരിയാ. പക്ഷെ അല്ലാഹുവിന്റെ അടുക്കൽ അവന് സ്വീകാര്യതയില്ല. ആളുകൾക്ക് മുമ്പിൽ വെള്ളയിട്ട് നല്ല പിള്ളയായി ചമഞ്ഞ് നല്ലവരായി ജീവിക്കാനൊക്കെ കഴിയും. പക്ഷേ ആ ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, നമ്മൾ ഏത് നഫ്സുൻ ത്വയ്യിബയാണോ നഫ്സുൻ ഖബീസയാണോ നമുക്ക് തന്നെ നമ്മളെ മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്താ? നമ്മുടെ മനസ്സിനെ നമ്മളോട് പറഞ്ഞിരിക്കും, വലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. ഒരു മനുഷ്യന്റെ ചെയ്തികൾ കാരണം അവന്റെ മനസ്സ് അവനെ ആക്ഷേപിച്ചുകൊണ്ട് ഇരിക്കുമെന്നുള്ളതാണ്, യാതൊരു സംശയമില്ല. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഈ നല്ല മനുഷ്യനാണ്, ഈ ദുഷിച്ച മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ ആകാശഭൂമികളിലെ ഇടയിലുള്ള എല്ലാ മലക്കളും ശപിക്കും. ആകാശ ലോകത്തുള്ള എല്ലാ മലക്കുകളും ശപിച്ചുകൊണ്ടേയിരിക്കും. ഈ മനുഷ്യന്റെ ആത്മാവ് പുറത്തു വന്നു കഴിഞ്ഞാൽ ആകാശത്തിന്റെ കവാടങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെടും. ഒരൊറ്റ കവാടം പോലും ഈ മനുഷ്യന്റെ മുമ്പിൽ തുറക്കപ്പെടുകയില്ല. ഈ മനുഷ്യന്റെ ആത്മാക്കളെയും പിടിച്ച് അള്ളാന്റെ മലക്കുകൾ വാനലോകത്തേക്ക് യാത്ര പോകുമ്പോൾ ലൈസ മിൻ അഹ്ലി ബാബിൻ ഇല്ലാ വഹും യദഊനല്ലാഹ് അല്ലാ തഅറുജ റൂഹു മിൻ ഖിബലിഹിം. ഓരോ കവാടങ്ങളിലുമുള്ള മലക്കുകൾ പ്രാർത്ഥിക്കും, അല്ലാഹുവേ ആ മനുഷ്യന്റെ റൂഹിനെ, ആ മ്ലേച്ഛമായ ആത്മാവിനെ ഞങ്ങളുടെ ഭാഗത്ത് കൊണ്ടുപോകല്ല അല്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും.
ഫയഖുദുഹാ ഫലം ഫൈദാ അഖദഹാ ലം യദഉഹാ ഫി യദിഹി തറഫത ഐൻ ഹത്താ യജ്അലുഹാ. ആ മനുഷ്യന്റെ ആത്മാവിന് കിട്ടിക്കഴിഞ്ഞ് കണ്ണിമ വെട്ടുന്ന സമയം പോലും ബാക്കി വെക്കാതെ ആ മനുഷ്യനെ അതാ നരകലോകത്ത് നിന്ന് കൊണ്ടുവന്ന കഫൻ പുടവകളിൽ കഫൻ പുടവകളിൽ പൊതിയുകയാണ്. അങ്ങനെ ആ മനുഷ്യ ഭൂമുഖത്ത് ഏറ്റവും അധികം നാറ്റമുണ്ടാകുന്ന ഒരു ശവം ചീഞ്ഞലിഞ്ഞ് അതിന്റെ ദുർഗന്ധം വമിക്കും പോലെ ഈ മനുഷ്യന്റെ ആത്മാവിൽ നിന്ന് ആത്മീയ ലോകത്തുള്ള മലക്കുകൾക്ക് ദുർഗന്ധം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മലക്കുകളെല്ലാം തന്നെ മൂക്ക് പൊത്തിക്കൊണ്ട് അവരെല്ലാം തന്നെ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് ശപിച്ചുകൊണ്ട് ദുഷിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാവരും അതിനെല്ലാ രൂപത്തിലുള്ള കോപത്തിന്റെയും ക്രോധത്തിന്റെയും വാക്കുകൾ പറഞ്ഞ് ശാപകോപങ്ങളുടെ താപകോപങ്ങളുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചു കൊണ്ടേയിരിക്കും. ഞങ്ങളുടെ അടുക്കൽ കൊണ്ടുപോകല്ല അല്ലാ, ആ ആത്മാവ് ഞങ്ങളുടെ അടുക്കൽ വരല്ല അല്ലാ എന്ന് അല്ലാഹുവിനോട് പറഞ്ഞിരിക്കും. അത്രയുമാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ വിശദീകരിച്ചു തരുമ്പോൾ മറ്റു മുസ്ലിമിന്റെ റിവായത്തിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തുണിക്കഷ്ണം, ഒരു നേർത്ത റഖീഖായ ഒരു സൗബ്, അതെടുത്തിട്ട് റസൂലുള്ളാഹി മൂക്ക് പൊത്തി എന്നുള്ളതാണ്. ഇത്രയും ദുർഗന്ധമായിരിക്കും ആത്മാവിൽ നിന്ന് വരിക. ദുനിയാവിൽ അവന് എല്ലാ തമ്മാടിത്തവും തോന്നിയവാസവും വൃത്തികേടുകളും എല്ലാം കാണിച്ചിട്ടുണ്ടായിരിക്കും. നല്ല പെർഫ്യൂമും ഒക്കെ അവൻ പുരട്ടി അവൻ വരുന്ന പരിമളവും ഒക്കെ ദുനിയാവിൽ ഉണ്ടായിരിക്കും. അവന് സ്വീകരിക്കാനും അവന് സൽക്കരിക്കാനും ആളുകളും പരിവാരങ്ങളും ആയിരങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അല്ലാഹുവിന്റെ അടുക്കലേക്ക് അവന്റെ ആത്മാവ് പോകുമ്പോൾ അതിന് സ്വീകരിക്കാൻ ഒരാൾ പോലും ഇല്ല. ആക്ഷേപിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, ശപിച്ചുകൊണ്ടിരിക്കും. വാനലോകത്ത് നിന്ന് ആകാശത്തിന്റെ കവാടങ്ങൾ മലർക്കൻ തുറക്കപ്പെടാൻ കവാടങ്ങൾ തുറക്കപ്പെടാൻ മലക്കുകൾ ആവശ്യപ്പെടും ഈ ആത്മാവിനെ കൊണ്ടുപോകുമ്പോ. ആ സമയം ഈ മനുഷ്യന് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ പോലും തുറക്കപ്പെടുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചത്, ലാ തുഫത്തഹ് ലഹും അബ്വാബുസ് സമാ. ആകാശ ലോകത്തിന്റെ കവാടങ്ങൾ ആ മനുഷ്യന് വേണ്ടി തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുമില്ല. ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, ഒരു സൂചിയുടെ ദൂരത്തിലൂടെ ഒരു ഒട്ടകം പ്രവേശിക്കുന്ന കാലത്തോളം, ഒരു സൂചിയുടെ ദൂരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കാത്ത കാലത്തോളം അവൻ സ്വർഗത്തിൽ പോവില്ല. പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകളാ, വചനങ്ങളാ. നോക്കൂ നിങ്ങൾ, എത്രമാത്രം അല്ലെ, എത്രമാത്രം സങ്കടകരമാണ് ആ മനുഷ്യന്റെ അവസ്ഥ. ഒന്ന് ആലോചിച്ചു. അത് നമ്മളാണെങ്കിലോ നമ്മളാണോ അല്ലേ നമുക്കറിയില്ല. നമ്മളൊന്ന് വിചാരിക്കും പോലെ ഞാൻ പരിശുദ്ധനായി ഞാൻ ആ രൂപത്തിലേ മരിക്കുന്നു വിചാരിക്കുന്നു വേണ്ട. നമ്മളെ പര്യവസാനം എന്താ നമുക്കറിയില്ല അല്ലേ. അവസാനം നന്നായെങ്കിലേ രക്ഷപ്പെടുള്ളൂ. ആദ്യത്തിൽ കുറെ നിസ്കാരം നോമ്പും തൗഹീദും എല്ലാം ഉണ്ട്. അത് മരിക്കണ സമയത്ത് അതൊക്കെ കഴിഞ്ഞ് ഒഴിവായി പോയെങ്കിൽ പിന്നെ നല്ല മരണം കിട്ടൂല. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതാ, ചില ആളുകൾ സ്വർഗത്തിന്റെ അവകാശികളായി ഇങ്ങനെ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കും. സ്വർഗത്തിന് അയാൾക്ക് കുറച്ച് അകലെ ഉണ്ടാവുള്ളൂ, അപ്പോഴും മരിക്കും, നേരെ നരകത്തിൽ കാണുപോകും. നേരെ തിരിച്ചുകൊണ്ടുണ്ടോ, നരകത്തിന്റെ ആളുകളുടെ അമലുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, മരിക്കാനും അയാൾക്കിടയിൽ കുറച്ച് കാലങ്ങളെ ആയുഷ്കാലം ഉണ്ടാവുള്ളൂ. ആ സമയത്ത് അയാൾ സ്വർഗത്തിലെ ആളുകളുടെ അമലുകൾ ചെയ്യും, അയാൾ മരിക്കും, സ്വർഗത്തിലേക്ക് പോകും അല്ലേ. ദുനിയാവ് നമ്മൾ ചില പരിഹസിക്കുന്ന ആളുകളുണ്ടല്ലോ, ഓ കള്ളുകുടിയനാ, ഓ പലിശക്കാരനാ, ഓ പെണ്ണുപിടിയനാ, ഓ മറ്റ് അറാം പറഞ്ഞോനാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശപിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അവരെ പര്യവസാനം എങ്ങനെ നമുക്കറിയില്ല. ചിലപ്പോ അവര് നേരെ നല്ലവരായി അവസാനം മരിച്ചു പോകും, നമ്മൾ നേരെ ദുഷിച്ചവരായി മരിച്ചു പോകും. അപ്പോ നമ്മൾ ആലോചിക്കുക, അല്ലാഹുവിനോട് ദുആ ചെയ്യുക, പടച്ചോനെ നല്ല മരണം തരണം, റബ്ബനാ തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്വാലിഹീൻ. എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക, പടച്ചോനെ ഞങ്ങളെ ഹൃദയങ്ങളെ യാ മുസരിഫൽ ഖുലൂബ് സരിഫ് ഖൽബി അലാ ദീനിക് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് എന്നുള്ള ദുആകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ലാ തുസിഉ ഖുലൂബനാ ബഅദ ഹദൈതനാ എന്നുള്ള ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ മനുഷ്യന് വേണ്ടി ആകാശ ലോകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല.
ആകാശ ലോകത്തേക്ക് മനുഷ്യൻ ചെല്ലുമ്പോൾ ഉള്ള അവസ്ഥയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് ആ മനുഷ്യന്റെ അവസ്ഥ. അങ്ങോട്ട് ചെല്ലുമ്പോൾ ആരും സ്വീകരിക്കാനുള്ള മലക്കുകള് ശപിക്കുന്ന രംഗമൊക്കെ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ ആകാശ ലോകത്തേക്ക് ഈ മനുഷ്യന്റെ ആത്മാവിനെയും കൊണ്ട് അള്ളാന്റെ മലക്കുകൾ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ആരും സ്വീകരിക്കാനില്ല. ശാപവാക്കുകൾ പറയാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മനുഷ്യനെ കൊണ്ടുപോകുമ്പോൾ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ലെ, നല്ല ആളുകളെ നല്ല ആളുകളുടെ ആത്മാവിനെ അള്ളാന്റെ മലക്കുകൾ പിടിച്ചു, അത് നല്ല പരിമളമുണ്ടായി, അത് വാനലോകത്തേക്ക് കൊണ്ടുപോകുമ്പോ അത് വല്ലാത്ത ഒന്നാണ്. അത് കൊണ്ടുപോകുന്ന അള്ളാന്റെ മലക്കുകൾ പ്രത്യേകം റൂഹുൻ ത്വയ്യിബത്തുൻ ജാഅത് മിൻ ഖിബലിൽ അർളി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ജസദിൻ കുൻത. നിനക്ക് അല്ലാഹു തആല നല്ലൊരു ആത്മാവെ ഭൂമിയുടെ ഭാഗത്ത് വന്നിരിക്കുകയാണ്, നീ വസിച്ചിരുന്ന ദേഹത്തിനും അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഈ മനുഷ്യന്റെ ആത്മാവിനെയും കൊണ്ടുപോകുമ്പോ നല്ല മനുഷ്യനാണെങ്കിൽ ആത്മാവിനെ വാനലോകത്തേക്ക് കൊണ്ടുപോകും. അള്ളാന്റെ മലക്കുകളുടെ സദസ്സിലൂടെ കൊണ്ടുപോകുമ്പോ, സഭയിലൂടെ കൊണ്ടുപോകുമ്പോ നല്ല മനുഷ്യന്റെ ആത്മാവിനെ കൊണ്ടുപോകുമ്പോ നല്ല പരിമളം ഉണ്ടാവും. ചോദിക്കും, ആരാണ് ഈ ആത്മാവ്? ഈ ആത്മാവിന്റെ ഉടമ ആരാണ്? പറയും, ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന ആളുടെ മകൻ, ഇന്ന ആള്. നമ്മുടെ ഉപ്പാന്റെ പേര് ചേർത്തിട്ട് പറയും. ദുനിയാവിൽ നിന്ന് വിളിച്ച ഏറ്റവും നല്ല പേര് വിളിക്കുന്ന. ഇവിടെ നമ്മൾ ആലോചിക്കണം, മക്കൾക്കൊക്കെ പേരിടുമ്പോഴേ നല്ല പേരിടണം. ഇസ്ലാമി ഈമാനുമായിട്ട് ബന്ധമില്ലാത്ത ഏതോ മറ്റു തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ ഓരോ പേരിട്ടിട്ട് ഓരോ റോക്കറ്റിന്റെ പേരിടും അല്ലെ. ഉമ്മാന്റെ പേരിന്റെ ആദ്യം, ബാപ്പാന്റെ പേരിന്റെ ലാസ്റ്റിന്റെ അക്ഷരം ഒക്കെ പാടെ കൊണ്ട് കൂട്ടിക്കുഴച്ചിട്ട് എന്താ പേര് ചോദിച്ചാൽ ഡിക്ഷണറി തെരഞ്ഞാൽ ഓടിയും കാണൂല. മൂല്യന്മാരടങ്ങാറാക്കാൻ ഇങ്ങോട്ട് വരും ഓരോരുത്തർ. ഓരോ പേര് കണ്ടുപിടിച്ചിട്ട് എന്താ ഉസ്താദ് ഇതിന്റെ അർത്ഥം അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു വിവരമില്ല എന്ന് പറയില്ലേ? പിന്നെ എന്തെങ്കിലും പറയാന്നല്ലാതെ മൂല്യന്മാരെന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ പറയുന്നത് നല്ല പേരുകൾ പറഞ്ഞു കൊടുക്കണം. നല്ല പേരുകൾ മകനും മകളിനൊക്കെ ഇടണം. അൽഹംദുലില്ലാ ഏകദേശമൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നല്ല പേരുകൾ തന്നെയാ. ഈ ന്യൂ ജനറേഷന്റെ പോക്ക് കൊണ്ട്, ഈ ഉപഭോഗ സംസ്കാരത്തിന്റെ ആധിക്യം കൊണ്ട് പല രൂപത്തിലുള്ള പേരുകളും ഒരു മുസ്ലിം ഉമ്മത്തിനിടാൻ പറ്റിയ പേരാണോ അല്ലെങ്കിൽ അതിൽ അപ്പുറത്തുള്ള ഏതെങ്കിലും മറ്റു വിശ്വാസികളുടെ പേരാണോ എന്ന് ആലോചിക്കൂല. അങ്ങ് പേര് അങ്ങ് ചേർത്തിക്കളയും. കാരണം യുസമ്മൂന, പക്ഷെ നല്ല പേര് പരിചയപ്പെടുത്തും അല്ലാഹുവിന്റെ മലക്കുകൾ. ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോ തന്നെ വാതിലുകൾ തുറക്കും. ഓരോ കൂട്ടം സംഘം, ഒരുപാട് സംഘം മലക്കുകളാണ്, സന്നാഹങ്ങളാണ് ഈ ആത്മാവിനോട് കൂടെ അള്ളാന്റെ അടുക്കലേക്ക് പോകുക. ഏഴാം ആകാശത്തെത്തും. അപ്പോ അല്ലാഹു തആല പറയും, എന്റെ അടിമയുടെ പേര് ഇല്ലീനിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. ഇല്ലീനിൽ രേഖപ്പെടുത്തും. കിതാബുൻ മർഖൂം യശ്ഹദുൽ മുഖറബൂൻ, ഉന്നതരായ നല്ലവരായ മനുഷ്യന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന അംബിയാക്കളുടെ, ശുഹദാക്കളുടെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന ഇല്ലീനിൽ രേഖപ്പെടുത്തും. റക്കമിട്ട് നമ്പറിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്ന നമ്മളെ പേരുകൾ. എന്നിട്ട് ഭൂമിയിലേക്ക് ആ മനുഷ്യന്റെ ആത്മാവിനെ മടക്കും. തീർച്ചയായും ഞാൻ അവിടെ നിന്ന് അവരെ, ഭൂമിയിൽ നിന്നാണ് ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്, അവിടെ നിന്നാണ് ഞാൻ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക, അവരെ ഖബറുകളിൽ പുറത്തു കൊണ്ടുവരിക, നിങ്ങൾ അവന്റെ ആത്മാവിനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് സ്വീകരിച്ച് രേഖപ്പെടുത്തും എന്നുള്ളതാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു, നല്ല അമ്പിയാക്കന്മാരുടെയൊക്കെ അവരുടെയൊക്കെ ആത്മാക്കളെ അല്ലാഹു റഫീഖുൽ അഅ്ല എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തായിരിക്കും. ശുഹദാക്കളത് അതിന് താഴെയുള്ള സ്ഥാനങ്ങളിലായിരിക്കും. സ്വാലിഹീങ്ങളത് അതിന് താഴെ. അങ്ങനെ ഓരോ ആളുകളുടെ പദവിയും അനുസരിച്ചിരിക്കും.
വിശ്വാസികളത് നമ്മൾ ഇതാണ് അവസ്ഥ എങ്കിൽ അവിശ്വാസിയായ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അവിശ്വാസിയായ ഈ വിശ്വാസിയായ മനുഷ്യന്റെ ആത്മാവിനെ മടക്കി വീണ്ടും ഖബറിലേക്ക് ശരീരത്തിലേക്ക് വീണ്ടും സന്നിവേശിപ്പിക്കപ്പെടും. ഈ മനുഷ്യന്റെ ആത്മാവിനെ ഇല്ലിയിൽ രേഖപ്പെടുത്തിയിട്ട് ഖബറിലെ പരീക്ഷണത്തിനും വിചാരണക്കും വേണ്ടി ഇങ്ങോട്ടേക്ക് ചെരുപ്പിന്റെ വാറയുടെ ശബ്ദം അവർക്ക് കേൾക്കുമാർ ആളുകൾ പിന്നീട് ആളിൽ നിന്ന് മടങ്ങുമ്പോൾ ആ ചെരുപ്പിന്റെ വാറയുടെ ശബ്ദം കേൾക്കുന്ന അവസ്ഥയിൽ ഈ മനുഷ്യന്റെ ആത്മാവിനെ ഇങ്ങോട്ട് മടക്കും എന്നുള്ളതാണ്. ഇന്നൽ മയ്യത ഇദാ ഉളിയ ഫീ ഖബരിഹി ഇന്നഹു ലയസ്മഉ ഖഫ്ത നിആലിഹിം ഹീന യുവല്ലൂന അൻഹു. ഈ മയ്യത്ത് ഖബറിൽ വെക്കപ്പെട്ടാൽ പിന്നെ തീർച്ചയായും അവർ പിരിഞ്ഞു പോകുമ്പോൾ അയാൾ അവരുടെ ചെരുപ്പിന്റെ വാറയുടെ ശബ്ദം കേൾക്കും. ഇത് സ്വഹീഹ് ഹദീസിലുള്ള. ഇത് ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. എന്താ, ഈ മരിച്ച മയ്യത്ത് ചെരുപ്പിന്റെ വാറയുടെ ഒരു ശബ്ദം കേൾക്കുമല്ലോ, അപ്പൊ മരിച്ചവർ കേൾക്കൂലേ, അപ്പൊ മരിച്ചവരെ വിളിക്കാലോ. ഖുർആൻ എന്താ പറഞ്ഞേ? വമാ അൻത ബിമുസ്മി മൻ ഫിൽ ഖുബൂർ. സൂറത്ത് ഫാത്തിഹയിൽ അല്ലാഹു പറയാ, നബിയെ ഖബറിൽ മരിച്ച ഒരാളെ പോലും താങ്കൾക്ക് കേൾപ്പിക്കാനാവില്ല നബിയെ. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ തഫ്സീർ നമ്മൾ ഇതിന്റെ ശറഅ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? ഈ ആത്മാവിനെ കൊണ്ടുപോയി അവസാനം ഈ ആത്മാവിനെ ഇല്ലിയിൽ രേഖപ്പെടുത്തിയിട്ട് ഈ മനുഷ്യന്റെ ശരീരം ഖബറിലേക്ക് മടക്കും. ഖബറിലെ ചോദ്യത്തിന് വേണ്ടി മുൻകർ നക്കീർ വരുമ്പോ ആ ശരീരത്തിൽ റൂഹിനെ സന്നിവേശിപ്പിക്കപ്പെട്ടാൽ ഈ മനുഷ്യൻ കേൾക്കും. കാരണം ആ മനുഷ്യനപ്പോ റൂഹുണ്ട് ശരീരത്തിൽ. അതാണല്ലോ ആ മനുഷ്യന്റെ ആത്മാവിനെ ശരീരത്തിലേക്ക് മടക്കും. ഈ സമയം ഖബറിൽ അവർക്ക് മറമാടി പോകുന്ന ആളുകളുടെ ചെരുപ്പിന്റെ വാരുടെ ശബ്ദം ആ ഖബറിൽ കിടക്കുന്ന ആളുകൾ. ഈ മനുഷ്യൻ നല്ല മനുഷ്യന്റേതാണ് എങ്കിൽ, ചീത്ത മനുഷ്യനാണ് മരിച്ചതെങ്കിലോ, ചീത്തയായ ആൾ മരിച്ചതെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ അടുക്കൽ കൂടെ കൊണ്ടുപോകുമ്പോ തന്നെ അവരതിനെ വല്ലാതെ ശപിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഈ മോശമായ ആത്മാവ് ആരതാ? മൂക്ക് പൊത്തിയിട്ട് മലക്കുകൾ പറയും, യുഖാലു ഹാദാ ഫുലാൻ, ഇത് ഇന്ന ആളുടെ മകൻ, ഇന്ന ആളാ. എന്നിട്ട് ബിശർരി അസ്മാഇഹി, ഏറ്റവും മോശമായ പേരിൽ പരിചയപ്പെടുത്തും. ആകാശലേഖത്തേക്ക് ഉയർത്തപ്പെട്ടാൽ ആകാശത്തിന്റെ കവാടങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെടും. എന്നിട്ട് ഈ സിജ്ജീനിൽ ഈ മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തും. സിജ്ജീനാണല്ലോ ദുഷിച്ച ആളുകളുടെ രേഖപ്പെടുത്താനുള്ള ആ സിജ്ജീനിൽ രേഖപ്പെടുത്തും. അർദ് സുഫ്ലയിൽ ഏറ്റവും താഴ്ന്ന ഭൂമിയിലേക്ക് മനുഷ്യന്റെ ആത്മാവിനെ എറിയും എന്നുള്ളതാ. ഒരു ഏറിങ്ങോട്ട് എറിയും എന്നുള്ളതാ. ആ എറിയുന്ന സമയത്ത് അത്രയും ആക്ഷേപിച്ച് നിന്യമായ രൂപത്തിലേക്ക് മനുഷ്യന്റെ റൂഹിന് ആകാശ ലോകത്ത് നിന്ന് എറിയും. ഈ ഖബറിൽ കൊണ്ടുപോയി വെച്ച ശരീരത്തിലേക്ക് ഈ ആത്മാവ് ചെന്ന് പതിക്കും. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ ആയത്തോതി, അല്ലാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാ. ഇതുപോലെ ചീത്തയായ ആളുകളുടെ ആത്മാവിന് വാനലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ അവര് പുറത്തേക്ക് അർള് സുഫ്ലയിലേക്ക് താഴെയുള്ള ഭൂമിയിലേക്ക് എറിയും പോലെ, അത്രയും ദുഷിച്ചും ശപിച്ചും എറിയും പോലെ ഈ ആയത്ത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ആകാശ ലോകത്ത് വീണവനെ പോലെയാണ് അല്ലാഹുവിൽ ശിർക്ക് ചെയ്ത ആള്. കാരണം എന്താ? അല്ലാഹുവിൽ നിന്ന് പിടുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓനെ എവിടെ പോകുക എന്ന് പറയാൻ പറ്റൂല. ഓൻ ഏത് ശൈഖിന്റെ മുരീദായാലും, ഏത് ത്വരീഖത്ത് പോയാലും, ഏത് ഔലിയനെ കൊണ്ടായി പഠിച്ചവനാക്കിയാലും, ഏത് മക്ബറയും ജാറങ്ങളും ഒക്കെ അവന്റെ ഖിബിലയാക്കിയാലും, അവന്റെ ആരാധന നേർച്ചകളും വഴിപാടുകളും സഹായം തേടലും സങ്കടം പറയലും അല്ലെ എല്ലാറ്റിനുമുള്ള ഒരു കേന്ദ്രമായി അവൻ അല്ലാഹുവിൽ നിന്ന് പിടുത്തപ്പെടും.
അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്ത ആളുകളെ അവൻ സ്നേഹിക്കാൻ തുടങ്ങും. അവർക്ക് വേണ്ടി എന്തും ചെയ്യും. അള്ളാന്റെ പെട്ടി ഇപ്പൊ ഒന്ന് ആലോചിച്ചു. ഇപ്പൊ ഇന്ന് ജുമാ കഴിഞ്ഞ്, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ, ഇപ്പൊ ഇന്ന് ജുമാ കഴിഞ്ഞ് പള്ളി പിരിവുണ്ടാവും, കലശൻ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടി, ഈ പള്ളി പിരിവിന് അതിൽ കലശനിൽ കിട്ടുന്ന പൈസ കുറച്ചായിരിക്കും. എന്നാൽ അപ്പുറത്ത് വേറെ കുറച്ച് തളങ്കര അപ്പുറത്ത് ജാറത്തില് മക്കാമില് അവിടെ ഒരു പിരിവ് വെച്ച് നോക്കുങ്ങൾ, ഇത്രയാ പൈസ കിട്ടുക, ഇത്രയാ പൈസ കിട്ടുക, ലക്ഷങ്ങളും കോടികളായിരിക്കും അല്ലെ? നമ്മളന്ന് ആലോചിച്ചു. അള്ളാന്റെ പള്ളിക്ക്, അള്ളാന്റെ പെട്ടിക്ക്, അള്ളാന്റെ പേര്, അള്ളാന്റെ പരിപാലന പള്ളിയുടെ ഫണ്ട് ഒരു പെട്ടി വെച്ചാൽ അത് എടുത്താൽ വേഗം പൊന്തും. എന്നാ ഷെയ്ഖന്മാരുടെ ജാറങ്ങളെ, മക്ബറകളെ, ഔലിയാക്കന്മാരുടെ നേർച്ചപ്പെട്ടി കാരണം വെച്ചാൽ എടുത്താൽ പൊന്തൂല. നമ്മൾ ആലോചിച്ചു. അള്ളാന്റെ അടുക്കൽ പുറത്തുവിട്ട് അള്ളാന്റെ അടുക്കൽ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ആകാശത്ത് വീണ പോലെ അവനെ പക്ഷികൾ റാഞ്ചിയെടുക്കും. അവൻ കാറ്റ് കൊണ്ട്, അവൻ എവിടെയെങ്കിലും കൊണ്ട് കാറ്റ് അവനെ കൊണ്ടുപോയി എറിയും. അതിവിദൂരമായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാറ്റ് അവനെ എറിയും. ഇതേ രൂപത്തിലായിരിക്കും അള്ളാഹുവിൽ പെടും. ഇതേ രൂപത്തിലാണ് ചീത്തയായ ആളുകളുടെ ആത്മാവ് ഭൂമി ലോകത്തേക്ക് പതിക്കുക, സിജീനിൽ പതിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. തഖ്വയുള്ളവരാവുക, മുത്തഖികളാവുക, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. നല്ല ആത്മാവിന്റെ മരണവും ആ നല്ല ആത്മാവിനെ മരണത്തെ പിടിക്കുന്നതും അത് കഴിഞ്ഞുള്ള യാത്രയും ലഭിക്കാൻ ദുആ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ് ഹദാനാ ലിഹദാ വമാ കുന്നാ നഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ് യാ അയ്യുഹന്നാസ് ഊസീകും വസ്സാനി ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചും പകർത്തി പടച്ചറബിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ഒരു ജീവിതം നയിക്കണമെന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ചറബിന്റെ മുത്തഖീങ്ങളായ മുവഹിദുകളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാനിൽ 169 ആയത്ത്, ആ ആയത്തിൽ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുക, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്. വലാ തഹ്സബന്ന, നിങ്ങൾ വിചാരിക്കണ്ട, അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടിട്ടുള്ള ആളുകൾ, അംവാതൻ, അവർ മരിച്ചുപോയവരാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ അടുക്കൽ അവർ ഹയാത്തുള്ളവരാണ്. അവർ മരിച്ചുപോയവരാണ്, അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അവർക്ക് ഭക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആയത്തും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് ചില ആളുകൾ. ചില ആളുകൾ പറയും, എന്ത്, മരിച്ച് മൺമറഞ്ഞു പോയ അംബിയായിനെയും മൗലിയായിനെയും സ്വാലിഹീങ്ങളെയും സിദ്ദീഖീങ്ങളെയും ശുഹദാക്കളെയും ഒക്കെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ, വല്ല നിലപ്പിനും എന്നെ വിളിച്ചാൽ വൈകൂടാതെ ഉത്തരം കിട്ടും എന്നൊക്കെ പറയും. അതിനെന്താ അവര് പറയുന്നത്? മരിച്ചുപോയ ആളുകൾ കേൾക്കൂലല്ലോ. വലൗ സമീഉ മസ്തജാബു ലക്കും, മരിച്ചുപോയ ആളുകളെ വിളിച്ചാൽ കേൾക്കൂല, ഉത്തരം നൽകൂല എന്ന് ഖുർആനിന്റെ സൂറത്ത് ഫാത്തിറിലെ 14-ാമത്തെ ആയത്തൊക്കെ ഓതി നമ്മൾ പഠിപ്പിച്ചു കൊടുത്താലും ആളുകളോട് ചില ആളുകൾ പറയും, ഇത് മരിച്ചുപോയവരല്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. എന്താ അല്ലാഹ് പറഞ്ഞത്? എവിടെ ജീവിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്? അല്ലാഹുവിന്റെ അടുക്കൽ, റബ്ബിന്റെ അടുക്കൽ ബർസഖിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്, ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതല്ല. എന്നിട്ട് ചില ആളുകൾ പറയും, അവരിവിടെ നമ്മുടെ റേഞ്ചിലുണ്ട്, എപ്പോ വിളിച്ചാലും നമ്മളെ സഹായിക്കാൻ, നമ്മളെ കേൾക്കാൻ, നമ്മളെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ, നമ്മളെ ആളുകളുടെ അസുഖം മാറ്റാൻ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കാൻ, ജോലി കൊടുക്കാൻ, എന്തും ചെയ്തു തരാൻ നിങ്ങൾ അവരോട് പറഞ്ഞാൽ അവർ നിങ്ങളെ സഹായിക്കാൻ അവരിവിടെ റെഡിയാണ്. എവിടെ റെഡിയാണ്? അവരിവിടല്ല. മരിച്ചവരാണ്, അല്ലാഹുവിന്റെ അടുക്കലാണ് അവർ ജീവിച്ചിരിക്കുന്നത്. കാരണം അവർ ഇവിടെ ജീവിച്ചിരിക്കും പോലെ, നിങ്ങൾ കേൾക്കും പോലെ മരിച്ചുപോയ ആളുകൾ കേൾക്കുമെങ്കിൽ
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മരിച്ചു പോയ ആളുകളുടെ ഭാര്യമാരെ വേറെ ആൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ? മരിച്ചുപോയ ആളുകളെ ഇവര് തന്നെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, റേഞ്ചിലുണ്ടെങ്കിൽ അവരെ ഭാര്യമാർക്ക് ഇത്തിരിക്കാൻ പറ്റുമോ? മരിച്ചിട്ടില്ലല്ലോ ഈ വ്യാഖ്യാന പ്രകാരം. അവര് നിസ്കരിക്കണ്ടേ, നോമ്പെടുക്കണ്ടേ, സക്കാത്ത് കൊടുക്കണ്ടേ, ഹജ്ജ് ചെയ്യണ്ടേ? അവര് മരിച്ചിട്ടില്ലെങ്കിൽ അവർ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ. ഇനി നിങ്ങൾ ആലോചിച്ചു, ഇവരുടെ അനന്തര സ്വത്ത് ഓഹരി വെക്കാൻ പറ്റുമോ മരിക്കാത്ത ഒരാള്? പല കാര്യങ്ങളും ചിന്തിക്കാനില്ലേ? ഇത് ബൽ അഹ്യാഹുൻ ഇൻദ റബ്ബിഹിം യുർസഖ്, അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് കിട്ടുന്ന. ഈ തഫ്സീറിൽ, ഈ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ ഫരിഹീന ബിമാ അതാഹുമുല്ലാഹു, ഈ അടുത്ത ആയത്തിലും പറയുന്ന വിശദീകരണം ഫരിഹീന ബിമാ അതാഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹ് കൊടുത്തതിൽ നിന്ന് അവർ സന്തുഷ്ടരായി അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കും. വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ഇനി അവരിൽ ചെന്ന് ചേരാത്ത ആളുകളുടെ വിഷയത്തിൽ അവരെ സന്തോഷ വാർത്ത ലഭിക്കുന്ന ആളുകൾ, അവർ അറിയിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളാ. അവർക്കൊരു ഭയവുമില്ല, ദുഃഖവും സങ്കടമൊന്നുമില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ ഖുദ്സിയായ ഹദീസിൽ കാണാൻ കഴിയും. അല്ലാഹു തആല ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്. ആ ഖുദ്സിയായ ഹദീസ് എന്താ? ഈ ശുഹദാക്കളോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്താ വേണ്ടി? അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് പടച്ചവനെ ദുനിയാവിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോയി അള്ളാന്റെ മാർഗത്തിൽ ശുഹദാക്കളായി വീണ്ടും കൊണ്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹം. അള്ളാഹ് പറയാ അത് നടക്കൂല, അത് നടക്കണ കാര്യമില്ല, നിങ്ങൾക്ക് വേറെന്താ വേണ്ടി ചോദിച്ചോളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ആളുകൾ പഠിപ്പിക്കണം എന്താ? ഇവിടെ ഒരു പ്ലെയിൻ അപകടത്തിൽപ്പെട്ടാൽ അവരെ വിളിച്ചാൽ അവര് വരും. കടലിൽ കപ്പൽ ആ കാറ്റും കോളും ആടി വലയുമ്പോ വിളിച്ചാൽ അവര് വരും അല്ലെ? അവര് വന്ന് നമ്മളെ സഹായിക്കുമെന്ന് പഠിപ്പിക്കുക. എങ്ങനെ വരും? അവര് വരൂലാന്ന, ദുനിയാവുക്ക് വരൂലാന്ന അല്ലാഹു തആല അവരോട് പറയാം, നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് തിരിച്ചു പോക്കില്ല. പിന്നെ എങ്ങനെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ബദരീങ്ങൾ ശുഹദാക്കളുടെ പേരെഴുതി നമ്മളെ വീടിന്റെ അവിടെ ഒട്ടിച്ചാൽ, കടയിലൊട്ടിച്ചാൽ കടം വരാതെ, കള്ളം കയറാതെ, അത് കാവലായി അല്ലേ? നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ സ്വത്തിന് കാവലായി അവരെ ഏൽപ്പിക്കാം. പഠിക്കണം നമ്മൾ വിഷയം പഠിക്കുമ്പോൾ. വിശ്വാസരംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് മനസ്സിലാക്കാനും അത് പഠിക്കാനും ജീവിതത്തിൽ പകർക്കാനും തൗഫീഖ് ആകട്ടെ. വിശ്വാസികളെ, നമ്മളെ പള്ളിയുടെ കലക്ഷൻ അത് ആത്മാർത്ഥമായി എല്ലാവരും ഒന്ന് കണ്ടറിയണം. നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾ, അതിന്റെ പരിപാലന കാര്യങ്ങൾ എല്ലാം തന്നെ നടന്നു പോകുന്നത് വെള്ളിയാഴ്ചയുടെ കലക്ഷൻ, അതിൽ പ്രധാനപ്പെട്ട ഒരു വിഹിതം. അതുകൊണ്ട് അവനവനാൽ കഴിയുന്ന രൂപത്തിൽ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി നമ്മളിതാ ഈ അടുത്ത സെക്കൻഡിൽ ഈ ലോകത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, പരമാവധി പരിശ്രമിക്കുന്നുണ്ട്, ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു കച്ചവടം, ഒരു ബിസിനസ്, അത് ലാഭം കിട്ടുമോ, അത് കിട്ടൂലേ, അത് തകർച്ച വരുമോ, ഒന്നും നമുക്ക് ഇത്ര കോടികളും ലക്ഷങ്ങളും മുടക്കാനും അത് നിക്ഷേപിക്കാനും നമുക്ക് യാതൊരു മടിയില്ല. പക്ഷെ ആ കോടികൾ മുടക്കിയാലും അത് നിക്ഷേപിച്ചാലും നമ്മൾ തുടങ്ങിയാലും അത് നമുക്ക് അനുഭവിക്കാൻ കഴിയോ, അത് നമുക്ക് ലഭിക്കോ എന്ന് ഉറപ്പ്? ഒരു ഉറപ്പില്ല. ഇപ്പൊ ഈ നിൽക്കുന്ന സെക്കൻഡ്, ഈ സമയത്ത് നമ്മൾ ജീവിച്ചിരിക്കുകയാണ്. അടുത്ത സെക്കൻഡ് നമ്മൾ പോകണം മരണത്തിക്ക. നമ്മളെ യഥാർത്ഥ ജീവിതം സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ജീവിതവും മരണം കാലാകാലയുടെ കഴിഞ്ഞു നിൽക്കാനുള്ള യുഗങ്ങളോളം അവിടെ മരണമില്ലാത്ത ലോകത്ത് മരണാന്തര ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം, പ്രവർത്തിക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മളൊക്കെ ഈ ദുനിയാവിലെ കാര്യം ഇവിടെ കുറച്ചു കാലം കഴിയാൻ വേണ്ടി നമ്മൾ എത്രയാ അധ്വാനിക്കുന്നത്, പരിശ്രമിക്കുന്നത്. അപ്പൊ നമ്മുടെ ഖബർ ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നൊന്ന് ആലോചിച്ച് നോക്കി. നാളെ പരലോകത്തേക്ക് കൊണ്ടുപോകാൻ എന്താ നമ്മളെ കയ്യിലൊക്കെ ഉള്ളത്? നമ്മൾ വിചാരിക്കുന്ന നിസ്കാരം, നമ്മളെ നോമ്പും നമ്മളിപ്പോഴത്തെ കുറച്ച് അമലുകളും മതിയാവൂല അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കള് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തും കൊടുക്കാൻ, എന്തും അർപ്പിക്കാൻ റെഡിയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അള്ളാഹിന്റെ മാർഗത്തിൽ തന്റെ സമ്പത്ത് മുഴുവൻ കൊടുത്തിട്ട് എന്താ ബാക്കി ചോദിക്കുമ്പോൾ അള്ളാഹു റസൂലുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ അത്രയൊന്നും നമ്മൾ എത്തൂലെങ്കിലും നമ്മളാൽ കഴിയുന്ന അള്ളാഹുന്റെ മാർഗത്തിൽ ഒരാൾ അള്ളാഹ് കടം കൊടുത്താൽ, അള്ളാഹ് കൊടുത്താൽ അള്ളാഹ് തരുന്ന പറഞ്ഞ ഇരട്ടിയായി പഠിച്ചുകൊണ്ട് തരും. നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ ഒരു നേട്ടം മുന്നിൽ കണ്ട് അബൂ ദഹ്ദാഹ് റളിയല്ലാഹു തആല അൻഹു നബിനോട് ഈ ആയത്ത് ഓതിയപ്പം പറഞ്ഞു, നബിയെ എനിക്കും എന്റെ ദഹ്ദാഹ് മകക്കും കിട്ടുമോ, രണ്ടിരട്ടി കിട്ടും എന്നാ ഞങ്ങളെ ഈ തോട്ടത അള്ളാന്റെ മാർഗത്തിൽ ഞങ്ങൾ ധർമ്മം ചെയ്യാം.
അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ബൈറുഹായിലെ തോട്ടം അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ റസൂലാണ് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് കൊടുത്തെങ്കിൽ മാത്രമേ ലൻ തനാലൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് സമ്പത്ത് തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, പണത്തെ വല്ലാതെ അത്യധികം ഈ സമയത്ത് സ്നേഹിക്കുമ്പോൾ കൊടുക്കാൻ കഴിയണം. അതാണ് ഏറ്റവും പുണ്യം അല്ലേ? നമ്മൾ സ്നേഹിക്കുന്ന അള്ളാന്റെ മാർഗത്ത് ധർമ്മം കൊടുക്കുമ്പോ 500 നോട്ട് താഴേക്ക് ഇങ്ങനെ താഴ്ത്തിയിട്ട് 10 നോട്ട് ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കലല്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന കൊടുക്കാൻ കഴിയണം. അങ്ങനെ നമുക്ക് പുണ്യം കിട്ടുക, പ്രതിഫലം കിട്ടുക. അള്ളാന്റെ മാർഗത്തിൽ ഇതേ ഉണ്ടാകുള്ളൂ. മരണം വരുന്നതിന് മുമ്പ് കൊടുത്തോളൂ. മരണം വന്നു കഴിഞ്ഞാൽ പടച്ചോനെ അല്പം പിന്തിപ്പിച്ചു തരും. സ്വതക്ക കൊടുക്കാൻ, ധർമ്മം ചെയ്യാം. ഒന്നുമില്ല, എന്റെ അധ്വാനം എന്റെ സമ്പാദ്യം എല്ലാം ഈ ദുനിയാവിന് വേണ്ടിയാ. അത് ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞ് മക്കൾക്കും വേണ്ടിയാ. എനിക്കൊന്നുമില്ല, കൊണ്ടാകാനൊന്നും കയ്യിലില്ല അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഈ ദുനിയാവിൽ വെച്ച് നമ്മൾ ആലോചിക്കുക, ഇതൊക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാലേ എത്ര കോടികളുടെ സമ്പാദ്യത്തിന്റെ ആസ്തിയുടെ ഉടമയാണെങ്കിലും അയാളെ ബിസിനസ് സ്ഥാപനം അയാളുടെ അനന്തരാവകാശികൾക്ക് കൊടുക്കും, അയാളെ വീട് അനന്തരാവകാശികൾക്ക് കൊടുക്കും. എത്ര കോടിയുടെ വാഹനമാണെങ്കിലും അതിന് വേറെ ആളുകളായി ഉടമ അല്ലേ? നിങ്ങളാലും പിന്നെ ഇയാൾക്ക് എന്താണുള്ളത്? ഇയാളെ മയ്യത്ത് കൊണ്ടുപോകും, മക്കളും കുടുംബവും എല്ലാരും കൂടെ പോകും. ബാക്കി ഉണ്ടാവുക അയാളുടെ അമല്. അതുപോലെ അയാൾ കൊടുത്ത ധർമ്മം ചെയ്ത സൽക്കർമ്മങ്ങള്, സ്വതക്കകൾ, ഇതാ ബാക്കി ഉണ്ടാകുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബാപ്പാനെ മയ്യത്ത് ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കുമ്പോഴേ ഒരു രൂപന്റെ കോയിന് ഖബറിലേക്ക് വീണാല് മോൻ എന്താ പറയാ? അത് ഇങ്ങോട്ട് എടുത്തളാറി, അത് ബാപ്പാക്ക് വെക്കണ്ട, അത് ഇങ്ങോട്ട് കാട്ട്. നിങ്ങൾ ആലോചിച്ചു. പിന്നെ എന്താണ് ഈ ഖബറിൽ ഉണ്ടാകുക? ഖബറിൽ ഹയാത്തിന്റെ കാലത്ത് നന്മയിൽ നിന്നും ഖബറിലേക്ക് പുണ്യം ലഭിക്കുന്നത് ജീവിതകാലത്ത് ആരോഗ്യമുള്ള സമയത്ത് അള്ളാന്റെ മാർഗത്തിൽ കൊടുത്താൽ ഖബറിലേക്ക് പുണ്യം ലഭിക്കും. അതിനുവേണ്ടി ആത്മാർത്ഥമായി ചെയ്യുക. നമ്മൾ വിചാരിക്കും പോലെ ഇതൊന്നും ഇപ്പൊ ഞാൻ കൊടുത്താൽ എന്റെ അവിടെ തീർന്നു എന്നൊക്കെ വിചാരിക്കണ്ടല്ലോ. അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാനേ പിടിച്ചെക്കണ ആൾക്കാരുണ്ട്. ഈ പിടുത്തണ്ടല്ലോ അള്ള വേറെ വൈക്ക് ഇങ്ങനെയാണ് കൊണ്ടുവന്നാരോ. ഒരു നെഞ്ചുവേദന വന്നു, ECG എടുത്തു, ഒന്നും കാണില്ല. പിന്നെ കുറെ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, കുറെ കൊണ്ടുപോയി അവസാനം പറഞ്ഞ് MRI സ്കാൻ എടുക്കണം. എത്ര? 5000 ചില്ലാനും. അവസാനം ഡോക്ടർ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. 5000 പോയില്ലേ, ഏടെ പ്രതിഫലം അതിന് കിട്ടും. അള്ളാന്റെ മാർഗത്തിൽ 500 കൊടുക്കാൻ വേണ്ടി നമ്മള് മാറ്റിയേക്കണം. നമ്മളാ അത് ഇപ്പുറത്ത് കൂടെ പഠിച്ചു വേറെ വൈക്കട കൊണ്ടുപോകും. അള്ളാന്റെ മാർഗത്ത് കൊടുത്താൽ അള്ളാന്റെ അടുക്കൽ അത് ഉണ്ടാകും, നഷ്ടപ്പെടാനില്ല. നമ്മള് മനസ്സിലാക്കുക. നമ്മളെ പെണ്ണുങ്ങളൊക്കെ ശരീരത്തിലെ ഇപ്പൊ സ്വർണത്തിനൊക്കെ വലിയ വിലയാ. അതിനൊക്കെ സക്കാത്ത് വരെ കൊടുക്കാതെ നമ്മൾ പിടിച്ചു വെക്കും അല്ലേ? മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പെണ്ണുങ്ങളെ ശരീരത്തിൽ എന്തെങ്കിലും ആഭരണം ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് മയ്യത്ത് കൊണ്ടുപോകുള്ളൂ. ഖബറിലേക്ക് ആരും കൊണ്ടുപോകില്ല. ജീവിതകാലത്ത് കൊടുത്താൽ ഉപകാരപ്പെടും. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പള്ളിക്ക് മദ്രസക്കാർ. അപ്പൊ എല്ലാവരും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു അതിന്റെ പ്രതിഫലം ലഭിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക്, ഞങ്ങളുടെ മാതാക്കളുടെ പിതാക്കൾ ഉറ്റവരുടെ ഇവർക്ക് എല്ലാവർക്കും മഅ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങൾ ഈ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളും അമല് സ്വാലിയാത്തുകളും സ്വതക്കകളും എല്ലാം ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി തഖ്വയോടുകൂടി ഞങ്ങൾ ഖബൂലായി സ്വീകരിക്കണമേ അല്ലാഹ്. അള്ളാഹു, ഒരുപാട് ആളുകൾ ശാരീരികവും സാമ്പത്തികവും മാനസികമായ ഒരു പ്രയാസങ്ങളും രോഗങ്ങളും കടബാധ്യതകളും ഒക്കെ അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ ദുരിത ദുഃഖ പ്രയാസങ്ങളും നീ ഇല്ലാതാക്കണമേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളെ മരണം എപ്പോഴാണോ റബ്ബേ നീ വിധിച്ചത്, എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി തൗഹീദോടുകൂടിയുള്ള മരണം ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, മരണത്തിന്റെ അവസാന രംഗത്ത് മുഅ്മിനായി മുവഹിദായി നഫ്സുൻ ത്വയ്യിബയുടെ മരണം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മലക്കുകൾ വന്ന് അടിച്ചും പ്രഹരിച്ചും വേദനിപ്പിച്ചും കുത്തി നോവിപ്പിച്ചും കുത്തുവാക്കുകൾ പറഞ്ഞും ശപിച്ചും കൊണ്ടുപോകുന്ന ആത്മാവിന്റെ ഉടമകളായി ഞങ്ങൾ നീ മാറ്റരുതേ അല്ലാഹ്.
അള്ളാഹുവെ നീ തൃപ്തിപ്പെടുന്ന നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാഹ്. കത്തിയാളുന്ന ശിക്ഷയിൽ നിന്ന് കാത്തി രക്ഷിക്കണമേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار، توفنا مسلمين والحقنا بالصالحين، آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى